അങ്ങനെ സംസ്കരണം നേടിയെടുക്കേണ്ടതിന് മനുഷ്യൻ ചുരുങ്ങിയത് 3 ശക്തികളോട് ഏറ്റുമുട്ടണം. 1, മനുഷ്യ മനസ്സിൽ ദുർബോധനം നടത്തുന്ന പൈശാചിക ശക്തികളോട്. 2, സ്വന്തം ചുറ്റുപാടുകളോട്. 3, സ്വന്തം ദേഹേച്ഛയോട്. ഇവ 3ഉം മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഇവ 3 പടവെട്ടി ജയിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യന് വിജയലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, അപ്പോൾ ആർ തന്റെ നാഥന്റെ സന്നിധാനത്തെ ഭയപ്പെടുകയും വയഹൻ നഫ്സ അനിൽ ഹവാ, മനസ്സിനെ ദുർമോഹങ്ങളിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്തുവോ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അവന്റെ സങ്കേതം സ്വർഗം തന്നെയാണ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഹവയിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന്, സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്ന് മനസ്സിനെ വിമലീകരിച്ച് തന്റെ തൃപ്തിയെ തന്റെ നാഥന്റെ തൃപ്തിയാക്കി മാറ്റിയ, അള്ളാഹുവിനെ പരിപൂർണമായും സമർപ്പിച്ച മനസ്സ്, അതാണ് വിശുദ്ധമായ സംതൃപ്തമായ മനസ്സ്. അങ്ങനെ ജീവിത വിശുദ്ധി നേടിയ ആത്മാവിനോടാണ് അതിന്റെ മരണവേളയിൽ പറയപ്പെടുക, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സംതൃപ്തി അടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ, സംപ്രീതനും പ്രീതിപ്പെട്ടവനുമായി നിന്റെ നാഥന്റെ അടുക്കലേക്ക് മടങ്ങി വന്നാലും, ഫദ്ഖുലി ഫീ ഇബാദി, എന്റെ ദാസന്മാരോടൊത്ത് പ്രവേശിച്ചാലും, വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിലേക്ക് കടന്നാലും. അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, റളിയല്ലാഹു അൻഹും വറളു അൻഹു, അവർ അള്ളാഹുവിൽ തൃപ്തിപ്പെട്ടു, അള്ളാഹു അവരിലും തൃപ്തിപ്പെട്ടു. മനുഷ്യനെ സംസ്കരിക്കാനും അതുവഴി അവനെ ശുദ്ധീകരിച്ച് അവന്റെ ആത്മാവിനെ വിമലീകരിക്കാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിക്കുകയും അവർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകുകയും ചെയ്തത്. ഇബ്രാഹിം അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമും നടത്തുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ ഉദ്ധരിക്കുന്നു. റബ്ബനാ വബഅത്ത് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ഞങ്ങളുടെ നാഥ, നിന്റെ വചനങ്ങൾ കേൾപ്പിക്കുകയും ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ അവരിൽ നിന്ന് നീ നിയോഗിക്കണമേ. ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്, മക്കാ നിവാസികൾക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ നീ നിയോഗിക്കണം, അവർക്ക് അദ്ദേഹം ഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കണം. എന്തിന്? അവർ സംസ്കാര സമ്പന്നരാകാൻ, അവർ വിവേകശാലികളാകാൻ, അവർ ജീവിത വിശുദ്ധിയുള്ളവരാകാൻ. അതുകൊണ്ട് മതത്തിന്റെ പരമമായ ലക്ഷ്യവും മതവിശ്വാസം കൊണ്ട് മനുഷ്യന് ലഭിക്കേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യവും മനുഷ്യാത്മാവിന്റെ സംസ്കരണമാണ്. അതാണ് അവനെ ആത്യന്തികമായ പരമമായ ശാശ്വതമായ വിജയത്തിലേക്ക് നയിക്കുന്നത്. വ്യക്തിശുദ്ധീകരണവും ആത്മസംസ്കരണവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇസ്ലാം ആരാധനകളെ ചിട്ടപ്പെടുത്തിയത്. നമസ്കാരവും നോമ്പും സകാത്തും ഹജ്ജുമെല്ലാം മനുഷ്യനെ സംസ്കരിക്കാനും അവനെ വിമലീകരിക്കാനുമാണ്. സത്യത്തിൽ വിശ്വസിക്കുന്ന, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന, സത്യവും ക്ഷമയും പരസ്പരം ഉപദേശിക്കുന്ന വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സൃഷ്ടിപ്പിന് വേണ്ടിയാണ് ഇസ്ലാം ആരാധനകൾ നിശ്ചയിക്കുകയും അവയ്ക്കൊരു സാമൂഹിക സ്വഭാവം നൽകുകയും ചെയ്തത്. നമ്മുടെ ആരാധനകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത് എന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ നമസ്കാരം നമ്മുടെ ജീവിത വിശുദ്ധി വർദ്ധിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ ശരീരവും ആത്മാവും അള്ളാഹുവോട് കൂടുതൽ തൃപ്തവും വിധേയവുമാവുന്നുണ്ടോ? നമ്മുടെ വീടിനുള്ളിൽ നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം മെച്ചപ്പെട്ടുവോ? അയൽപ്പക്ക ബന്ധങ്ങളിൽ എത്രത്തോളം നമുക്ക് സൂക്ഷ്മത പുലർത്താൻ കഴിയുന്നുണ്ട്? കുടുംബ ബന്ധങ്ങളിലെ സ്വരച്ചേർച്ചകൾ എത്രത്തോളം നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്? നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ തൊഴിലിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്ന നമ്മുടെ ഉപജീവന മാർഗത്തിൽ എത്രത്തോളം നമുക്ക് നീതി പുലർത്താൻ കഴിയുന്നുണ്ട്? സ്വന്തം സുഹൃത്തിന്റെ അല്ലെങ്കിൽ സ്വന്തം സഹോദരന്റെ ദുഃഖവും മനോവ്യഥയും എത്രത്തോളം നമുക്ക് അനുഭവേദ്യമാകുന്നുണ്ട്? ചുരുക്കത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും വെളുപ്പിന് എഴുന്നേറ്റ് പല്ല് തേൽക്കുന്നത് മുതൽ രാത്രിയിൽ കിടന്നുറങ്ങുന്നത് വരെയുള്ള മുഴുവൻ ജീവിത വ്യവഹാരങ്ങളിലും സൃഷ്ടാവായ നാഥന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ആരാധനകൾ ലക്ഷ്യം കണ്ടിരിക്കുന്നു. ജീവിത വിശുദ്ധിയും സംസ്കരണവും നേടിയെടുക്കുന്നതിൽ നാം വിജയിച്ചിരിക്കുന്നു. നമ്മുടെ ആരാധനകൾ വഴി ജീവിത വിശുദ്ധിയും സമാധാനവും ക്ഷമയും നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം വഞ്ചിതരായി പോകും സഹോദരന്മാരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് ചോദിച്ചു, അതദറൂന മനിൽ മുഫ്ലിസ്, തുലഞ്ഞവൻ ആരെന്ന് നിങ്ങൾക്കറിയുമോ? സഹാബത്ത് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ തുലഞ്ഞവൻ ദിർഹമും ദീനാറുകളും ഇല്ലാത്തവനാണ്, അങ്ങനെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നവനാണ്. റസൂൽ പറഞ്ഞു, അല്ല,
തുലഞ്ഞവൻ അവനാണ്. അവൻ നാളെ പരലോകത്ത് വരും നമസ്കാരവുമായി, നോമ്പുമായി, ഹജ്ജുമായി. പക്ഷേ അവന്റെ ആരാധനകൾ അവന് പ്രയോജനപ്പെടുകയില്ല. അവൻ മനുഷ്യരോടുള്ള ബന്ധം നന്നാക്കാത്തവനാണ്. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചവനാണവൻ. അസൂയയും പരദൂഷണവും പകയും കൊണ്ട് ഓടി നടന്നവനാണവൻ. അവൻ നമസ്കരിച്ചിട്ടുണ്ട്, അവൻ നോമ്പ് നോറ്റിട്ടുണ്ട്, അവൻ സകാത്ത് ചെയ്തിട്ടുണ്ട്, അവൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവന്റെ മീസാനിലൊന്നുമില്ല. വഅമ്മാമൻ ഖഫ്ഫത് മവാസീനുഹു, തൂക്കം കുറഞ്ഞു പോയവൻ, ഫഉമ്മുഹു ഹാവിയാഹ്, അവന് പോയി കിടക്കേണ്ട സ്ഥാനം നരകമാണ്. സഹജീവികളോടുള്ള ബന്ധം നന്നാക്കാത്ത, ആത്മസംസ്കരണം നേടിയെടുക്കാൻ സാധിക്കാത്ത വ്യക്തിയുടെ ആരാധന പാഴ്വേലയാണ് എന്നാണ് മതം പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് 2 മാർഗങ്ങൾ കാണിച്ചു തന്നു. ഒന്ന് അള്ളാഹുവിന്റെ സച്ചരിതരായ ദൂതന്മാരുടെ മാർഗം, മറ്റൊന്ന് സത്യനിഷേധികളുടെ ധിക്കാരികളുടെ മാർഗം. സത്യപാത ഏതെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, വിധേയത്വം അള്ളാഹുവിന് മാത്രമാക്കി അവനെ മാത്രം വഴിപ്പെട്ട് നേർവഴിയിൽ ജീവിക്കാനല്ലാതെ നമ്മോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതാണ് ചൊവ്വായ ജീവിതക്രമം. ഇതല്ലാത്ത ഒരു ഷോർട്ട് കട്ടും ദീനിലില്ല. ഇസ്ലാമിൽ വേറെ ഒരു കുറുക്കു വഴികളുമില്ല. ഇബ്രാഹിം പ്രവാചകനോട് അല്ലാഹു പറഞ്ഞു, ഇത് ഖാല ലഹു റബ്ബുഹു, അദ്ദേഹത്തോട് തന്റെ നാഥൻ പറഞ്ഞപ്പോൾ, അസ്ലിം, ഇബ്രാഹിമെ നീ അനുസരിക്കുക, നീ സമർപ്പിക്കുക. ഖാല, ഇബ്രാഹിം അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞങ്ങൾ സർവ്വലോക രക്ഷിതാവായ അല്ലാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു. ഈ സമർപ്പണം ആ മഹാനായ പ്രവാചകന്റെ മുഴുവൻ ജീവിത മേഖലകളിലെയും സമർപ്പണമായിരുന്നു. അദ്ദേഹം തന്റെ നാഥനോട് ഏറ്റുപറയുന്നു, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ നമസ്കാരവും എന്റെ ബലികർമ്മവും എന്റെ ജീവിതവും എന്റെ മരണവുമെല്ലാം പ്രപഞ്ചനാഥനായ അല്ലാഹുവിനാകുന്നു. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു, അവന് പങ്കുകാരില്ല, അവ്വിധമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വ അന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ അവനെ അനുസരിക്കുന്നവരിൽ ഒന്നാമനാകുന്നു. ഈ അനുസരണമാണ്, ഈ അചഞ്ചലമായ സമർപ്പണമാണ് ഒരുവനെ മുസ്ലിമാക്കുന്നത്. തന്റെ ഇച്ഛയെ തന്റെ നാഥന്റെ ഇച്ഛയാക്കി മാറ്റുക, അതാണ് ഇബ്രാഹിമി മില്ലത്ത്. അന്ത്യപ്രവാചകനോട് പറയാൻ അല്ലാഹു ശാസിച്ചു, ഇന്നി ഹദാനി റബ്ബി ഇലാ സിറാത്തിൻ മുസ്തഖീം, എന്റെ നാഥൻ ഉറപ്പായും എനിക്ക് നേർവഴി കാണിച്ചു തന്നിരിക്കുന്നു. ദീനൻ ഖയ്യിമൻ, വക്രതയതുമില്ലാത്ത ഋതുവായ മതം. മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, സത്യത്തിൽ നിലകൊണ്ട ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മാർഗം. ഈ മാർഗത്തിലാണോ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്? നാം ഈ മാർഗത്തിലാണ് നിലകൊള്ളുന്നതെങ്കിൽ അല്ലാഹു നമ്മെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അഹസിബന്നാസു അയ്യത്റകൂ അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ വിട്ടയക്കപ്പെടുമെന്നും പരീക്ഷണ വിധേയരാവുകയില്ലെന്നും ജനങ്ങൾ ധരിച്ചു വെച്ചിരിക്കുകയാണോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. എന്നാൽ നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സകല ജനങ്ങളെയും നാം പരീക്ഷിച്ചിട്ടുണ്ട്. സത്യവാൻമാരാരെന്നും വ്യാജന്മാരാരെന്നും അള്ളാഹുവിനെ തീർച്ചയായും കണ്ടറിയേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. മറ്റൊരധ്യായത്തിൽ അം ഹസിബത്തും അൻ തദ്ഖുലുൽ ജന്ന, അല്ല വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കുന്നുവോ? വലമ്മാ യഅലമില്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അധ്വാന പരിശ്രമങ്ങളിൽ ജീവാർപ്പണം ചെയ്തവരാരെന്നും അതിനുവേണ്ടി ക്ഷമിക്കുന്നവരാരെന്നും കണ്ടറിഞ്ഞിട്ടില്ലെന്നിരിക്കെ നിങ്ങൾ വെറുതെ അങ്ങ് സ്വർഗത്തിൽ പ്രവേശിച്ചു കളയാം എന്ന വ്യാമോഹത്തിലാണോ? ആരാണ് ദീനിന്റെ മാർഗത്തിൽ ത്യാഗനിർഭരമായ ദൗത്യമേറ്റെടുത്ത് മുന്നോട്ട് പോകുന്നവരെന്നും ആരാണ് പിന്മാങ്ങുന്നവരെന്നും അള്ളാഹുവിന് നന്നായി അറിയാം. അള്ളാഹു എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ്. പക്ഷേ അത് കാര്യകാരണങ്ങളിലൂടെ ഭൂമുഖത്ത് തെളിയണം. മനുഷ്യന്റെ നിലപാടുകൾ അവന്റെ കർമ്മത്തിലൂടെ ഭൂമുഖത്ത് തെളിയണം. അങ്ങനെ ഒരു ചര്യ അള്ളാഹുവിനുണ്ട്. എന്തിലൊക്കെ പരീക്ഷണം ഉണ്ടാകും? വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു, സമ്പത്ത് കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും പരീക്ഷിക്കപ്പെടാം, ഭയാശങ്കകളാൽ പരീക്ഷിക്കപ്പെടാം, ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെടാം, കടുത്ത രോഗവും പീഡയും ഉണ്ടാകാം, ക്ഷാമത്തിലൂടെയും ക്ഷേമത്തിലൂടെയും പരീക്ഷിക്കപ്പെടാം, ജീവനാശവും കൃഷിനാശവും ഉണ്ടാകാം, ഇസ്ലാമിൽ വിശ്വസിച്ചു എന്ന കാരണത്താൽ തന്നെയും പരീക്ഷിക്കപ്പെടാം, വിശ്വാസി സമൂഹം ശത്രുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയുണ്ടാകാം. ഇതെല്ലാം പരീക്ഷണത്തിന്റെ വഴികളാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് പരീക്ഷണമാണ്. സുഖദുഃഖങ്ങൾ മാറി മാറി വരും, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്. ഈ പരീക്ഷണ ഘട്ടങ്ങളിലൊക്കെയും വിശ്വാസികൾ ക്ഷമിച്ച് സഹിച്ച് പിടിച്ചു നിൽക്കണം.
ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവോട് സഹായം തേടാനാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉറച്ച ഈമാനോടെ, ക്ഷമയോടെ സൃഷ്ടാവായ നാഥനിൽ സർവസ്വവും സമർപ്പിച്ച് അവന്റെ മാർഗത്തിലൂടെ മുന്നോട്ടു പോകാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. നമ്മുടെ മാർഗത്തിൽ ത്യാഗ പരിശ്രമം ചെയ്തവനെ നാം നമ്മുടെ മാർഗത്തിലൂടെ നയിക്കുന്നതാണ് എന്ന് അല്ലാഹു. അടിമ തന്റെ നാഥന് കീഴ്പ്പെടുകയും അവന് തന്നെ സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ ഉടമയിൽ നിന്ന് അടിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഔദാര്യമാണ് അല്ലാഹുവിന്റെ ഹിദായത്ത്. ഈ സന്മാർഗമാണ് സത്യവിശ്വാസികൾ കൊതിക്കേണ്ടതും ആഗ്രഹിക്കേണ്ടതും. ഇതുതന്നെയാണ് നാം ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ താല്പര്യവും. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിന്നെ മാത്രം ഞങ്ങൾ വഴിപ്പെടുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നുവെന്ന് അടിമ തന്റെ ഉടമയോട് ഏറ്റുപറഞ്ഞിട്ട് അടിമ ഉടമയോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. ഞങ്ങളുടെ നാഥ, നീ ഞങ്ങൾക്ക് നേരായ മാർഗം കാട്ടിത്തരണമേ. ഈ സന്മാർഗമാണ് ഉടമയിൽ നിന്ന് അടിമകൾക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയ പാരിതോഷികവും സമ്മാനവും. അള്ളാഹുവിന്റെ സഹായവും കാരുണ്യവും കൊണ്ടല്ലാതെ, അവന്റെ മാർഗദർശനം കൊണ്ടല്ലാതെ അമ്മാറത്തുകളിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന്, വ്യാമോഹങ്ങളിൽ നിന്ന് നഫ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ നാവിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ചത് മുഖദ്ദിമയിൽ ഓതിവെച്ച ആയത്ത്, വമാ ഉബർരിഉ നഫ്സി. ഞാൻ എന്റെ മനസ്സ് കുറ്റമറ്റതാണെന്ന് ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഇ ഇല്ലാ മാ റഹിമ റബ്ബി. നിശ്ചയമായും മനുഷ്യ മനസ്സ് തിന്മകൾക്ക് വളരെയേറെ പ്രേരണ നൽകുന്നതാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, എന്റെ നാഥൻ കരുണ ചെയ്ത ആത്മാവൊഴികെ. മനസ്സിന്റെ ദുഷ്പ്രേരണകളിൽ നിന്ന് നഫ്സിനെ ശുദ്ധീകരിക്കണമെങ്കിൽ ആദ്യം തൗഹീദ് ഖൽബിൽ ഉറയ്ക്കണം. ലാ ഇലാഹ എന്ന അവസ്ഥയിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസ്ഥയിലേക്ക് നാം ഖൽബിനെ പരിവർത്തിപ്പിക്കണം. എന്താണ് ലാ ഇലാഹ എന്ന അവസ്ഥ? ലാ ഇലാഹ എന്ന അവസ്ഥ ഇലാഹില്ലാത്ത അവസ്ഥ. ഇലാഹില്ലാത്ത അവസ്ഥയിൽ ഇലാഹാവുക ദേഹേച്ഛകളും ഞാനെന്ന ഭാവവുമായിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അവസ്ഥയോ അല്ലാഹു അല്ലാതെ വഴിപ്പെടാൻ വേറെ ഇലാഹില്ല എന്ന അവസ്ഥ. കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന അവസ്ഥയിൽ നിന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന്റെ ഉടമയായ അള്ളാഹുവാണ് എന്ന ബോധ്യം ഖൽബിന് വന്നു കിട്ടണം. ഞാൻ ആരുടെ അടിമയാ? അള്ളാഹുവിന്റെ അടിമ. അപ്പോൾ ഞാൻ ആരുടെ താല്പര്യമനുസരിച്ചാണ് കാണേണ്ടത്? അള്ളാഹുവിന്റെ താല്പര്യമനുസരിച്ചാണ് കാണേണ്ടത്. ഞാൻ ആരുടെ താല്പര്യമനുസരിച്ചാണ് കേൾക്കേണ്ടത്? അള്ളാഹുവിന്റെ താല്പര്യമനുസരിച്ചാണ് കേൾക്കേണ്ടത്. ഞാൻ ആരുടെ താല്പര്യമനുസരിച്ചാണ് സംസാരിക്കേണ്ടത്? അള്ളാഹുവിന്റെ താല്പര്യമനുസരിച്ചാണ് സംസാരിക്കേണ്ടത്. എന്റെ ഇഷ്ടം ആരുടെ ഇഷ്ടമായി മാറണം? അള്ളാഹുവിന്റെ ഇഷ്ടമായി മാറണം. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളും അള്ളാഹുവിന്റെ താല്പര്യമനുസരിച്ചാവണം, അള്ളാഹുവിന്റെ ഇഷ്ടമനുസരിച്ചാവണം. അവനാണ് എന്റെ ഖാലിഖ്, എന്റെ സൃഷ്ടാവ് അവനാണ്. അവനാണ് എന്റെ മാലിക്, എന്റെ രാജാവ് അവനാണ്. അവനാണ് എന്റെ റാസിഖ്, എന്റെ അന്നദാതാവ് അവനാണ്. അവനാണ് എന്റെ ഹാക്കിം, എന്റെ വിധി നിർണയിക്കുന്നത് അവനാണ്. അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികൾ അള്ളാഹുവിനെ അതികലശലായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. തന്റെ ഇഷ്ടത്തെ തന്റെ നാഥന്റെ ഇഷ്ടമാക്കി മാറ്റുക. മനസ്സിനെ ഞാൻ എന്റേത് എന്ന അവസ്ഥയിൽ നിന്നും അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിന്റേത് എന്ന അവസ്ഥയിലേക്ക് ഖൽബിനെ പരിവർത്തിപ്പിക്കണം. ഞാൻ ആരാ? അബ്ദുല്ലാ, അള്ളാഹുവിന്റെ അടിമ. ഞാൻ ആരുടെയാ? അള്ളാഹുവിങ്കിൽ നിന്ന്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിങ്കിൽ നിന്നുള്ളവരാണ്, ഞങ്ങളുടെ മടക്കവും അവനിലേക്ക് തന്നെയാണ്. ഉപ്പയും ഉമ്മയും ഭാര്യയും മക്കളും സഹോദരങ്ങളും ഒക്കെ ആരാ? അതൊക്കെയും അള്ളാഹു എനിക്ക് നൽകിയ അമാനത്തുകളാണ്, അനുഗ്രഹങ്ങളാണ്. ഈ യാഥാർത്ഥ്യബോധം വന്നു കിട്ടണമെങ്കിൽ തൗഹീദ് ഖൽബിൽ ഉറയ്ക്കണം. തൗഹീദ് ഖൽബിൽ പതിയണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഇൽമ് ഖൽബിൽ ഉറയ്ക്കണം. അള്ളാഹുവിന്റെ ഇസ്മുകളെ കുറിച്ച്, അവന്റെ ഫിഅലുകളെ കുറിച്ച്, അവന്റെ സിഫാത്തുകളെ കുറിച്ച്, അവന്റെ ദാത്തിനെ കുറിച്ച് അറിയുകയും അനുഭവിക്കുകയും വേണം. അതുകൊണ്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅരിഫൂൻ. അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവാണ് എന്റെ നാഥൻ, അള്ളാഹുവാണ് എന്റെ ഇലാഹ് എന്ന തിരിച്ചറിവ് ജീവിതത്തിലെ ഓരോ നിമിഷവും അറിയുകയും അനുഭവിച്ചുകൊണ്ടും മാത്രമേ നഫ്സിനെ ദുർമോഹങ്ങളിൽ നിന്ന്, ദേഹേച്ഛകളിൽ നിന്ന്, സ്വാർത്ഥ താല്പര്യങ്ങളിൽ നിന്ന് നമുക്ക് ശുദ്ധീകരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ കഴിഞ്ഞവരാണ് വിജയികൾ എന്ന് ഖുർആൻ ഖദ് അഫ്ലഹ മൻ തസക്ക.
വിശുദ്ധി വരിച്ചവൻ വിജയിച്ചു. ഇതാണ് പാരത്രിക വിജയത്തെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാടിന്റെ ഒരു മുഖവുര.